നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപ്രതീക്ഷിതമായി വന്ന സ്ട്രോക്കിലൂടെ ജീവിതം പ്രതിസന്ധിയിലായ കുട്ടനാട് സെന്ററിന്റെ ഫിസിയോതെറാപ്പി പരിചരണത്തിലിരിക്കുന്ന നാട്ടിലെ പ്രധാന മരപ്പണിക്കാരനായ സുരേന്ദ്രന്റെ കഥ ഡെയിലി ന്യൂസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മരക്കഷ്ണങ്ങളിൽ നിന്ന് ചലനശേഷിയുള്ള ഒരു കൈ ഉപയോഗിച്ച് മെമന്റോകൾ ഉണ്ടാക്കുന്നതിന്റെ കഥയായിരുന്നു അന്ന് പങ്കുവച്ചത്. വിവിധ നിത്യോപയോഗ സാധനങ്ങൾക്ക് രൂപം കൊടുത്താണ് സുരേന്ദ്രൻ ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. മരങ്ങളിൽ തവികളും കട്ടിംഗ് ബോർഡുകളുമെല്ലാം സുരേന്ദ്രന്റേതായി കുട്ടനാട് സെന്ററിൽ ലഭ്യമാണ്. ഇപ്പോൾ വില നിശ്ചയിക്കുന്നത് സുരേന്ദ്രൻ തന്നെയാണ്. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം അദ്ദേഹത്തിന്റെ നിത്യ ചെലവുകൾക്കും കുടുംബജീവിതത്തിനും വലിയ പിന്തുണയായി മാറുന്നുണ്ട്. പിന്തുണയ്ക്കാം നമുക്ക് ഈ ജീവിത പോരാട്ടത്തെ. ആൽഫ തൃശൂർ സെന്ററിന്റെ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സെന്ററിന്റെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ നിന്ന് സേവനം ലഭിക്കുന്ന അബ്ദുൾ അസീസിന്റെ ആവശ്യാർത്ഥം സ്കൂട്ടർ മുച്ചക്ര സ്കൂട്ടറാക്കി മാറ്റി നൽകിയതിന്റെ ഉദ്ഘാടനവും വിക്ടറി ITC ഗ്രൂപ്പ് ചെയർമാൻ പ്രശാന്ത് മേനോൻ നിർവഹിച്ചു. സെന്റർ പ്രസിഡന്റ് തോമസ് തോലത്ത് അധ്യക്ഷത വഹിച്ചു. സ്പോൺസർഷിപ്പ് കൂപ്പണുകൾ ഭാരവാഹികളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് കൂപ്പണുകളുടെ വിതരണം ഹോം കെയർ ഫിസിയോതെറാപ്പി വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് സിസ്റ്റർമാരായ ജിനി, മിനി, വോളണ്ടിയർമാർ എന്നിവരും ഏറ്റുവാങ്ങി. സെക്രട്ടറി CK സജീവ്, ട്രഷറർ സരോജ വിൽസൺ, സെൻട്രൽ കൗൺസിൽ മെമ്പർ ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആൽഫ ഇടമുട്ടം ഹോസ്പീസ് നടത്തുന്ന നോമ്പുതുറ മാർച്ച് 1 ഞായർ വൈകിട്ട് 5 മണിക്ക് ആശിഷ് കെയർ ഹോമിൽ നടത്തും. ആശിഷിലെ അച്ഛനമ്മമാരോടൊപ്പം നോമ്പുതുറ എന്ന നിലയിലാണ് ഇതൊരുക്കുന്നത്. ആൽഫയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ നോമ്പുതുറയിൽ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.